Assalamu alaikum wa rahmatullahi wa barakatuhu. How are you all, my dear children? I hope all of you are fine and safe at home. So let's start today's class with the dua. ربي يسر ولا تعسر وتمم بالخير وبك نستعين يا فتاح ربي زدني علما ربي زدني علما ربي زدني علما. Okay, in the last class we discussed about a falling object. അല്ലേ? Falling object A is equal to F by M when the mass അല്ലെങ്കിൽ G is equal to F by M when the mass increases gravitational force അല്ല acceleration due to gravity decreases അല്ലേ? അപ്പോൾ stone has greater acceleration due to gravity compared to എർത്ത് അല്ലേ? എർത്തിൻ്റെ മാസ് വലുതാണ്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ചെറുതാണ്. സ്റ്റോണിൻ്റെ മാസ് ചെറുതാണ്, അതുകൊണ്ട് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വലുതാണ്. അതുകൊണ്ടാണ് സ്റ്റോൺ എർത്തിലോട്ട് പോകുന്നത്, എർത്ത് തിരിച്ച് സ്റ്റോണിലോട്ട് വരാത്തതിൻ്റെ കാരണം. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഒരു ആക്സിലറേഷൻ, ഒരു ഒബ്ജക്റ്റിന് നമ്മളൊരു ഫോഴ്സും കൊടുക്കാതെ നമ്മൾ ഫോൾ ചെയ്യാൻ അനുവദിച്ചാൽ അത് യൂണിഫോംലി ആക്സിലറേറ്റ് ചെയ്യുമോ അതോ നോൺ യൂണിഫോം ആക്സിലറേഷൻ കാണിക്കും? ഒരു ഫോളിംഗ് ഒബ്ജക്റ്റ്, ഫ്രീലി ഫോളിംഗ് ഒബ്ജക്റ്റ് യൂണിഫോം ആക്സിലറേഷൻ ആണോ കാണിക്കുന്നത് അതോ നോൺ യൂണിഫോം ആക്സിലറേഷൻ ആണോ കാണിക്കുന്നത്? നമ്മൾ പഠിച്ചായിരുന്നു കോക്കനട്ട് ഫോളിംഗ് ഫ്രം എ ട്രീ യൂണിഫോംലി ആക്സിലറേറ്റ് ചെയ്യുന്നു. അപ്പോൾ യൂണിഫോം ആക്സിലറേഷനാണ് ഫ്രീലി ഫോളിംഗ് ഒബ്ജക്ട്സ് കാണിക്കുന്നത്. Uniform acceleration is shown by freely falling objects. യൂണിഫോം ആക്സിലറേഷൻ ആണ് കാണിക്കുന്നത്. അപ്പം ഇക്വേഷൻസ് ഓഫ് മോഷൻസ് എവിടെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്? യൂണിഫോം ആക്സിലറേഷൻസിലുള്ള ഒബ്ജക്ട്സിനല്ലേ നമ്മൾ ഇക്വേഷൻസ് ഓഫ് മോഷൻ നമ്മൾ എഴുതുന്നത്. ഗ്രാഫിക്കൽ മെത്തേഡൊക്കെ നമ്മൾ പഠിച്ചപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? ഇങ്ങനെ ഒരു ഗ്രാഫാണ് എല്ലാത്തിലും വരയ്ക്കുന്നത് അല്ലേ? ഈ ഒരു ഗ്രാഫ് യൂണിഫോംലി ആക്സിലറേറ്റഡ് ഗ്രാഫ് മാത്രമേ ഉള്ളൂ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അല്ലേ? എന്നാലും നമുക്ക് ഇക്വേഷൻസ് ഓഫ് മോഷൻ ഇതിനകത്ത് നിന്ന് ഡിറൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ യൂണിഫോംലി ആക്സിലറേറ്റഡ് ഫ്രീലി ഫോളിംഗ് ഒബ്ജക്ട്സ് മാത്രമേ ഉള്ളൂ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. സോ വി ആർ ഗോയിങ് ടു റൈറ്റ് ദ ഇക്വേഷൻസ് ഓഫ് മോഷൻ. വാട്ട് ആർ ദ ഇക്വേഷൻസ് ഓഫ് മോഷൻസ് വി നോ? ഫസ്റ്റ് വൺ, V is equal to U plus AT. Second one, S is equal to UT plus half AT square. Third one, V square is equal to U square plus 2AS. V എന്ന് പറയുന്നത് ഫൈനൽ വെലോസിറ്റി, U ഇനിഷ്യൽ വെലോസിറ്റി, A acceleration. Here A is G, acceleration due to gravity, and time t. S എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് കവേർഡ്. ബാക്കി എന്താ അറിയാനുള്ളത്? ഇവിടെ വേറെ ഒന്നുമില്ല അല്ലേ? S എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് കവേർഡ് അല്ലേ? ഇപ്പം ഒരു ക്വസ്റ്റ്യൻ, എ സ്റ്റോൺ ഫോൾസ് ഡൗൺ ഫ്രം ദ ടോപ്പ് ഓഫ് എ വാൾ ഇൻ 1 second ടു ദ ഗ്രൗണ്ട്. ഒരു സ്റ്റോൺ ഒരു വാളിൽ നിന്ന്, ഒരു സ്റ്റോൺ ഉണ്ട്, സ്റ്റോൺ താഴോട്ട് വീഴുകയാണ്, ടൈം 1 second ആണ്. ഇത്രയും താഴെ വീഴുന്നതിന് തൊട്ട് മുമ്പുള്ള വെലോസിറ്റിയാണ് ഫസ്റ്റ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ഡിസ്റ്റൻസ് ആണത് കവർ ചെയ്യുന്നത്, അതിപ്പോൾ എസ് എന്ന് വിളിക്കാം. ഇനീഷ്യലി വെലോസിറ്റി യു ആണ്, ഫൈനലി ഉള്ള വെലോസിറ്റി വി ആണ്. വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ദ സ്റ്റോൺ ജസ്റ്റ് ബിഫോർ ഇറ്റ് ടച്ചസ് ദ ഗ്രൗണ്ട്? അപ്പം ജി തന്നിട്ടുണ്ട്, 9.8 പകരം 10 m/s² എന്ന് എടുത്താൽ മതി. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അപ്രോക്സിമേറ്റ്ലി 10 m/s² ആണ്. അപ്പോൾ നിങ്ങൾ 9.8 വെച്ച് ചെയ്യേണ്ട, 10 വെച്ച് ചെയ്താൽ മതി. പിന്നെ നമുക്കറിയാം ഫൈനൽ വെലോസിറ്റിയും ഇനീഷ്യൽ വെലോസിറ്റിയൊക്കെ എവിടെ ഉള്ളതാണെന്നൊക്കെ നമുക്കറിയാം. ഇപ്പം നമുക്ക് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ദ സ്റ്റോൺ ജസ്റ്റ് ബിഫോർ ഇറ്റ് ടച്ചസ് ദ ഗ്രൗണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ബിഫോർ ഇറ്റ് ടച്ചസ് ദ ഗ്രൗണ്ട് ചോദിച്ചാൽ V ഈസ് ഈക്വൽ ടു U plus AT സ്പീഡാണ് നമുക്കറിയാനുള്ളത്. ഓക്കെ, ഇനീഷ്യലി റെസ്റ്റിലിരിക്കുന്നതാണ് വീഴുന്നത്. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി
0. Acceleration due to gravity 10. Time 1 second. V ആണ് final velocity, that is just before touching the ground the final velocity is V. ഇതാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പം 10 meter per second ആണ് V. Just before touching the ground the stone will attain a velocity of 10 meter per second. Calculate the average speed when the stone is falling down. Average speed കണ്ടുപിടിക്കണം. അതിനെന്തൊക്കെ വേണം? ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലേ? ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഡിസ്റ്റൻസ് എന്താണ്? അത് കണ്ടുപിടി. ഡിസ്റ്റൻസ് എന്താണ് കണ്ടുപിടിക്കുക? എസ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഫോളിങ് എസ് അല്ലേ? ആ എസ് ഒന്ന് കണ്ടുപിടിച്ചേ. എസ് ഈസ് ഈക്വൽ ടു എന്താണ്? എഴുതിക്കേ. എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ആണോ? ആണ്. യു എന്ന് പറയുന്നത് ഇനീഷ്യൽ വെലോസിറ്റി 0, ടൈം 1 സെക്കൻഡ് പ്ലസ് ഹാഫ് ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 10 മൾട്ടിപ്ലൈഡ് ബൈ 1 സ്ക്വയർ. അപ്പം 2 ഇത് 0 ഇത് 2 5 മീറ്റർ ആണ് ഡിസ്റ്റൻസ് കവേർഡ്. ഹൈറ്റ് ഓഫ് ദ ബോൾ എത്രയാണ്? 5 മീറ്റർ ആണ്. ഇനി ആവറേജ് സ്പീഡ് കണ്ടുപിടിച്ചൂടെ? ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് കവേർഡ് 5, ടൈം 1 സെക്കൻഡ്. സോ 5 മീറ്റർ പെർ സെക്കൻഡ് ആവറേജ് സ്പീഡ്. 5 മീറ്റർ പെർ സെക്കൻഡ് ആണ് ആവറേജ് സ്പീഡ് ഓഫ് ദ സ്റ്റോൺ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഹൗ മച്ച് ഈസ് ദ ഹൈറ്റ് ഓഫ് ദ വാൾ? 5 മീറ്റർ ആണ് ഹൈറ്റ് ഓഫ് ദ വാൾ. ഡിസ്റ്റൻസ് കവർ ചെയ്ത് എത്രയാണ്? 5 മീറ്റർ. സോ ദ ഹൈറ്റ് ഓഫ് ദ വാൾ ഈസ് 5 മീറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ. എ ബോൾ thrown vertically upward reaches a maximum height of 20 meter. A ball thrown vertically upward reaches a maximum height of 20 meter. ഒരു ബോൾ നമ്മൾ വെർട്ടിക്കലി അപ്വേർഡ് എറിയുകയാണ്. എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്തു? 20 മീറ്റർ ഡിസ്റ്റൻസ് അത് കവർ ചെയ്തു. വാട്ട് വാസ് ദ വെലോസിറ്റി ഓഫ് ദ സ്റ്റോൺ അറ്റ് ദ ഇൻസ്റ്റൻറ്റ് ഓഫ് ത്രോയിങ് അപ്പ്? നമ്മൾ ഇനീഷ്യലി ഉള്ള വെലോസിറ്റി എത്രയാണെന്ന് പറയണം. നമുക്ക് എന്നിട്ട് ഹൗ മച്ച് ടൈമും എടുക്കണം. അപ്പോൾ ടൈം എത്രയാണെന്നും അറിയില്ല, അതും കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പം നമുക്ക് ഇനീഷ്യലി വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as എഴുതാം. ജി ഈസ് ഈക്വൽ ടു 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ വെച്ചിട്ട് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ യു സ്ക്വയർ ഈസ് ഈക്വൽ ടു വി സ്ക്വയർ മൈനസ് 2as ആണ്. ഓക്കെ, ഇവിടെ യു ഇനീഷ്യലി ഉള്ള യു അറിയില്ല. നമ്മളൊരു ബോളിനെ താഴെ നിന്ന് മേളിലോട്ട് എറിയുകയാണ്. വി ആർ ത്രോയിങ് എ ബോൾ അപ്വേർഡ്. നമ്മൾ ഒരു ബോളിനെ ഇങ്ങനെ അപ്വേർഡ് എറിഞ്ഞാൽ മേളിലെത്തിയതിന് ശേഷം താഴോട്ട് വീഴും അല്ലേ? മേളിലെത്തി 0 ആവും വെലോസിറ്റി. ഇനീഷ്യലി ഉള്ള വെലോസിറ്റി കൂടുതലും അവിടെയുള്ള വെലോസിറ്റി കുറവുമായിരിക്കും. അപ്പം ഇനീഷ്യലിൽ നിന്ന് കൂടി വെലോസിറ്റി കുറഞ്ഞ് 0 ആയതിനു ശേഷമേ അത് താഴെ വരത്തുള്ളൂ. അപ്പോൾ ഫൈനൽ വെലോസിറ്റി ഓഫ് ദ ബോൾ വെൻ ഇറ്റ് റീച്ചസ് ദ ഹൈറ്റ് ഓഫ് 20 മീറ്റർ എന്താണ്? 0. ഫൈനൽ വെലോസിറ്റി 0. 2 × 10 × s എത്ര? 20. അപ്പോൾ എത്ര? യു സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? 400 വരും അല്ലേ? 400 വരും. ഇപ്പോൾ യു എന്ന് പറയുന്നത് 20 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയാം. പക്ഷേ ഒരു കാര്യമുണ്ട്, ജി എന്ന് പറയുന്നത് 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അല്ലേ? അപ്പോൾ ഈ ജി എന്ന് പറയുന്നത് അപ്വേർഡ് ആകുമ്പം ജി 10 അല്ല. എന്താണ്? അപ്വേർഡ് ആകുമ്പം ജി -10 എന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതോർത്തോണം. അപ്പം ഞാൻ ഇവിടെയൊക്കെ 10ന് പകരം -10 എന്നിടട്ടെ. -400 -20 മീറ്റർ പെർ സെക്കൻഡ് എന്നിടട്ടെ. ഓക്കെ, -20 വരത്തില്ല, സ്ക്വയർ അല്ലേ, റൂട്ട്. മൈനസും പ്ലസ് ആവും അല്ലേ? അപ്പം ജിക്ക് മാത്രം എന്ത് ചെയ്താൽ മതി? -10 എന്ന് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്വേർഡ് ആകുമ്പോൾ ജിക്ക് ഒന്ന് -10 ഇട്ട് കൊടുത്താൽ മതി. വെലോസിറ്റി എന്തായി? 20 മീറ്റർ പെർ സെക്കൻഡ് ആയി. ഇനീഷ്യൽ വെലോസിറ്റി കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ഇനീഷ്യൽ വെലോസിറ്റി കഴിഞ്ഞാൽ കണ്ടുപിടിക്കാനുള്ളത് എന്താണ്? ടൈമാണ്. ടൈം കണ്ടുപിടിക്കാൻ എന്താ മാർഗം? വി ഉണ്ട്, യു ഉണ്ട്, ജി ഉണ്ട്, അതായത് എ ഉണ്ട്. അപ്പം നമുക്ക് ടൈം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഏതെങ്കിലും ഒന്ന് പറഞ്ഞേ.
വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി വെച്ച് ചെയ്യാവോ? വി ഉണ്ട്, യു ഉണ്ട്, എയും ഉണ്ട്. ടൈം കണ്ടുപിടിച്ചൂടെ? കണ്ടുപിടിക്കാം, നമുക്ക് നോക്കാം. വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി ഇട്ട് നോക്കിയേ ഫാസ്റ്റ്. വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. വി 0, യു 20, എ -10, ടി അറിയില്ല. അപ്പോൾ ടി എന്താ? വി മൈനസ് യു ബൈ എ, -20 ബൈ -10, 2 seconds. -20 ബൈ -10, 2 seconds ആണ് ടൈം ടു റീച്ച് 20 meter ഹൈറ്റ്. അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റ്യൻസ് മനസ്സിലായല്ലോ. ഇനി അടുത്ത പോർഷൻ, മാസ് ആൻഡ് വെയ്റ്റ്. വളരെ എളുപ്പമാണ്, പെട്ടെന്ന് പഠിച്ചു തീർക്കാം. മാസ് ആൻഡ് വെയ്റ്റ് എഴുതിയെടുത്തോ. മാസ് ആൻഡ് വെയ്റ്റ്. മാസ് എന്ന് പറഞ്ഞാൽ എന്താണ്, വെയ്റ്റ് എന്ന് പറഞ്ഞാൽ രണ്ടും രണ്ട് കാര്യങ്ങളാണ്. അതാണ് നമുക്ക് അങ്ങനെ ഒരു ഹെഡിങ് വരാൻ കാരണം. ദീസ് ടു ആർ ബോത്ത് ഡിഫറെൻറ്റ് തിങ്സ്. മാസ് എന്ന് പറയുന്നത് ദ അമൗണ്ട് ഓഫ് മാറ്റർ പ്രസൻറ്റ് ഇൻ ദ ബോഡിയാണ്. മാസ് എന്ന് പറയുന്നത് അമൗണ്ട് ഓഫ് മാറ്റർ പ്രസൻറ്റ് ഇൻ ദ ബോഡിയാണ്. വെയ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് ഫോഴ്സ് വി ആർ അപ്ലൈയിങ്. വെയ്റ്റ് എന്ന് പറയുന്നത് ഒരു ബോഡി ഒരു ഫോഴ്സ് ഭൂമിയിലോട്ട് കൊടുക്കും. നമ്മുടെ വെയിറ്റൊക്കെ നമ്മൾ പറഞ്ഞപ്പോൾ ഒരാൾ 10 കിലോ ഉണ്ട്, ഒരു കുട്ടി വെയിറ്റ് 10 കിലോ ആണെന്ന് പറയുന്നത് എന്താണെന്നറിയാവും? അത്രയും ഫോഴ്സ് ആ കുട്ടി ആ ബാലൻസിൽ അല്ലെങ്കിൽ ആ ഒരു മെഷീനിൽ കൊടുക്കുന്നത് കൊണ്ടാണത് വെയിറ്റ് ആവുന്നത്. കുട്ടിയുടെ മാസ് അതല്ല, വെയിറ്റാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലേ. ഫോഴ്സ് കൊടുക്കുന്നതനുസരിച്ചാണ് ആ ബാലൻസ് അല്ലെങ്കിൽ നമ്മൾ വെയിറ്റ് നോക്കുന്ന മെഷീനൊക്കെ ഉണ്ടല്ലോ, ദാറ്റ് വർക്ക്സ് ഹൗ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് എത്രയാണ് അതനുസരിച്ചാണ് ആ സ്കെയില് മൂവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മാസ് കണ്ടുപിടിക്കാൻ എന്താ മാർഗം? ഒരു കോമൺ ബാലൻസ് ഉപയോഗിച്ചാൽ മതി. കോമൺ ബാലൻസ് ഉപയോഗിച്ച് നമുക്ക് മാസ് കണ്ടുപിടിക്കാം. പക്ഷേ സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? വെയ്റ്റ് ഓഫ് ദ ബോഡി കണ്ടുപിടിക്കാം. വെയ്റ്റ് കണ്ടുപിടിക്കാൻ നമ്മൾക്ക് സ്പ്രിംഗ് ബാലൻസും കോമൺ ബാലൻസ് വെച്ചിട്ട് മാസും കണ്ടുപിടിക്കാം കേട്ടോ. എക്വിപ്മെൻറ്റ് യൂസ്ഡ് ഫോർ ഡിനോട്ടിങ് ദ മാസ് അല്ലെങ്കിൽ ഫൈൻഡിങ് ഔട്ട് ദ മാസ്. അപ്പോൾ നമുക്കറിയാം ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ടുവേർഡ്സ് ദ എർത്ത് എഫ് അല്ലേ ഈസ് ഈക്വൽ ടു ജി ഇൻറ്റു എം ബൈ ആർ സ്ക്വയർ ആണ്. എർത്തിൻ്റെ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ എഫ് ഈസ് ഈക്വൽ ടു GMM ബൈ ആർ സ്ക്വയർ ആണ്. ജി ഇൻറ്റു ക്യാപിറ്റൽ എം ഇൻറ്റു സ്മോൾ എം ബൈ ആർ സ്ക്വയർ ആണ് അല്ലേ. ഇതിനകത്ത് നമുക്കൊരു കാര്യം അറിയാം, സ്മോൾ ജി എന്ന് പറയുന്നത് GM ബൈ ആർ സ്ക്വയർ ആണ് സ്മോൾ ജി അല്ലെങ്കിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. സോ വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ് ഇൻറ്റു ദിസ്. സോ എഫ് ബിക്കംസ് സ്മോൾ എം ഇൻറ്റു ജി അല്ലേ. ഇപ്പോൾ മാസ് കൂടുമ്പോൾ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുന്നു, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൂടുമ്പോൾ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുന്നു. ഇതൊക്കെ നമ്മൾ എഫ് ഈക്വൽ ടു mg യിൽ നിന്ന് മനസ്സിലാക്കിയെടുത്തു. ഓക്കെ, മാസ് കൂടുമ്പോൾ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുന്നു, ഗ്രാവിറ്റേഷണൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കൂടിയാൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുന്നു എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഇപ്പോൾ ഇവിടെ വെയ്റ്റ് ഓഫ് ദ ബോഡി വേറെയാണ്, മാസ് ഓഫ് ദ ബോഡി വേറെയാണ്. വെയ്റ്റ് ഓഫ് ദ ബോഡി എന്ന് പറഞ്ഞാൽ ഞാൻ ഫോഴ്സ് എത്ര അപ്ലൈ ചെയ്യുന്നു അത് വെച്ചിട്ടാണ് ഞാൻ വെയ്റ്റ് ഓഫ് ദ ബോഡി പറഞ്ഞത്. മാസ് ഓഫ് ദ ബോഡി വേറെയാണ് അല്ലേ. അപ്പോൾ ഞാൻ 1 കിലോഗ്രാം വെയ്റ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പോവുകയാണ്. 1 കിലോഗ്രാം വെയ്റ്റ് എന്ന് പറഞ്ഞാൽ എർത്തിൽ 1 കിലോഗ്രാം മാസ് ഉള്ള ഒരു ഓബ്ജക്റ്റ് എത്രമാത്രം ഫോഴ്സ് ഇൻസേർട്ട് ചെയ്യുന്നു അതിനെയാണ്, എത്ര ന്യൂട്ടൺ ഫോഴ്സ് ഇൻസേർട്ട് ചെയ്യുന്നു അതിനെയാണ് 1 കിലോഗ്രാം വെയ്റ്റ് എന്ന് പറയുന്നത്. ഹൗ മച്ച് ഫോഴ്സ് ഈസ് ഇൻസേർട്ടഡ് ബൈ 1 കിലോഗ്രാം മാസ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ഓൺ ദ സർഫസ് ഓഫ് ദ എർത്ത് ഈസ് കോൾഡ് 1 കിലോഗ്രാം വെയ്റ്റ്. അപ്പോൾ 1 കിലോഗ്രാം വെയ്റ്റ് കണ്ടുപിടിക്കണമെങ്കിൽ 1 മാസമുള്ള ഒരു ഒബ്ജക്റ്റ്, 1 മാസമുള്ള ഒരു ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ 1 കിലോഗ്രാം. 1 കിലോഗ്രാം മാസമുള്ള ഒബ്ജക്റ്റിന് എന്താ വെച്ച് നമ്മുടെ ജി എത്ര? 9.8 അല്ലേ. 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ വെച്ചൊന്ന് ചെയ്തേ. അപ്പോൾ എന്താ കിട്ടുക? 9.8 ന്യൂട്ടന് കിട്ടും. 1 കിലോഗ്രാം വെയിറ്റ് എന്ന് പറഞ്ഞാൽ 9.8 ന്യൂട്ടൺ ആണ്. ഇത് എഴുതിയെടുത്തോ. 1 കിലോഗ്രാം വെയിറ്റ് എന്ന് പറഞ്ഞാൽ 9.8 ന്യൂട്ടൺ ആണ്.
അപ്പോൾ വെയിറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ഈ ഒരു ഫോമുല ഉപയോഗിച്ചാൽ മതി. 9.8 ന്യൂട്ടൺ. 1 കിലോഗ്രാം വെയിറ്റ് എന്ന് പറഞ്ഞാൽ 9.8 ന്യൂട്ടൺ. ഓക്കെ, ഇനി ഞാൻ പറയുന്നു വാല്യൂ ഓഫ് ജി അതല്ലെങ്കിൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓൺ എർത്ത് ചേഞ്ചസ് ഫ്രം പ്ലേസ് ടു പ്ലേസ്. ആണോ? ആണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കാം. വെയർ ഡസ് ദ ബോഡി എക്സ്പീരിയൻസ് മാക്സിമം വെയിറ്റ്? വാട്ട് ഈസ് ദ റീസൺ? മാക്സിമം വെയിറ്റ് എവിടെയാണ് ബോഡി എക്സേർട്ട് ചെയ്യുന്നത്? ഇങ്ങനെ നമ്മുടെ എർത്ത് ഇരിക്കുന്നതെന്ന് വിചാരിച്ചോ. അപ്പോൾ ജി മാക്സിമം പോൾസിലാണ്, അതുകൊണ്ട് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് മാക്സിമം പോൾസിലാണ് അല്ലേ? വെയിറ്റ് മാക്സിമം പോൾസിലാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്? വെയിറ്റ് മാക്സിമം ഈസ് അറ്റൈൻഡ് അറ്റ് ദ പോൾസ് ബിക്കോസ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് മാക്സിമം അറ്റ് ദ പോൾസ്. അടുത്ത ക്വസ്റ്റ്യൻ, വെയർ ഓൺ എർത്ത് ഡസ് എ ബോഡി എക്സ്പീരിയൻസ് മിനിമം വെയിറ്റ്? ഏറ്റവും മിനിമം വെയിറ്റ് എവിടെയായിരിക്കും എക്സ്പീരിയൻസ് ചെയ്യുന്നത്? ആ ഫോഴ്സ് എവിടെയായിരിക്കും എക്സ്പീരിയൻസ് ചെയ്യുന്നത്? മിനിമം വെയിറ്റ് ഇക്വേറ്ററിലാണ്. മിനിമം വെയിറ്റ് ഈസ് ഇക്വേറ്റർ. മിനിമം വെയിറ്റ് ഈസ് എക്സ്പീരിയൻസ്ഡ് ബൈ ദ ബോഡി അറ്റ് ദ ഇക്വേറ്റർ. നമ്മളൊരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ ഫോഴ്സ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുകയാണ്. ഇക്വേറ്ററിലൊക്കെ വളരെ മിനിമം ആയിട്ടായിരിക്കും എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഇനി നമുക്കൊരു പ്രോബ്ലം, സെൻറ്ററിലാണെങ്കിലോ 0, സെൻറ്ററിലാണെങ്കിൽ 0, എല്ലായിടത്തും സെൻറ്ററിൽ 0 വെയിറ്റ് ആയിരിക്കും കേട്ടോ. സെൻറ്ററിൽ 0 വെയിറ്റ് ആയിരിക്കും ബിക്കോസ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അവിടെ 0 അല്ലേ, അതുകൊണ്ട് കേട്ടോ. Find out the weight of the body of mass 20 kilogram. Express the value in Newton. വെയിറ്റ് ഓഫ് ദ ബോഡി കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്, മാസ് തന്നിട്ടുണ്ട്. എന്താണ്? 20 കിലോഗ്രാം മാസ് ഉള്ള ഒരു ഇതിൻ്റെ ബോഡിയുടെ വെയിറ്റ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതെങ്ങനെ കണ്ടുപിടിക്കും? F is equal to m into g. m എന്ന് പറഞ്ഞാൽ 20 കിലോഗ്രാം, ജി എന്ന് പറഞ്ഞാൽ 9.8 ആണെന്ന് നമുക്കറിയാം. 20 × 9.8 ചെയ്താൽ 196 ന്യൂട്ടൺ കിട്ടും കേട്ടോ. 196 ന്യൂട്ടൺ കിട്ടും. മാസ് 20 കിലോഗ്രാം, 196 ന്യൂട്ടൺ. 196 ന്യൂട്ടൺ തന്നെ ആയിരിക്കും 1 കിലോഗ്രാം വെയിറ്റ് എന്ന് പറഞ്ഞാലും അത് തന്നെയായിരിക്കും കേട്ടോ. ഇതിന് ഞാൻ വെയിറ്റ് 1 കിലോഗ്രാം 9.8 തന്നെയല്ലേ. ഈ 196നെ ഞാൻ 9.8 വെച്ച് ഡിവൈഡ് ചെയ്താൽ എന്താ കിട്ടും നോക്കണം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 196 ന്യൂട്ടൺ ആണ് ഇതിൻ്റെ ആൻസർ. എക്സ്പ്രസ് ദ വാല്യൂ ഇൻ ന്യൂട്ടൺ ആണ് ചോദിച്ചിരിക്കുന്നത്. 196 ന്യൂട്ടൺ ആണ് നമ്മൾക്ക് കിട്ടേണ്ട ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഫോർ എ ബോഡി ഓഫ് മാസ് 60 കിലോഗ്രാം. ഒരു 60 കിലോഗ്രാം ഉള്ള ഒരു ബോഡി ഉണ്ട്. മാസ് 60 കിലോഗ്രാം ബോഡി. മാസ് 60 കിലോഗ്രാം ആണേ. മാസ് 60 കിലോഗ്രാം. വാട്ട് ഈസ് ദ വെയിറ്റ് ഓൺ എർത്ത്? വെയിറ്റ് ഓൺ എർത്ത് എന്ന് ചോദിച്ചാൽ എത്രയാണെന്ന് പറയണം. അപ്പം മാസ് ഓഫ് ദ ബോഡി 60 കിലോഗ്രാം ആണെങ്കിൽ നമുക്ക് വെയിറ്റ് ഓൺ എർത്ത് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. 60 × 9.8 ചെയ്താൽ മതി. വെയിറ്റ് ഓൺ എർത്ത് ഫോഴ്സ് അല്ലേ, വെയിറ്റ് ഓൺ എർത്ത്. 60 × 9.8 ചെയ്താൽ മതി. 60 × 9.8 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 588 ന്യൂട്ടൺ കിട്ടത്തില്ലേ? 588 ന്യൂട്ടൺ ആണ് വെയിറ്റ് ഓൺ എർത്ത്. അപ്പം 1 കിലോഗ്രാം വെയിറ്റ് എത്രയാണ് നമ്മൾ പറഞ്ഞത്? 9.8 ന്യൂട്ടൺ അല്ലേ. അപ്പം ഇഫ് 1 കിലോഗ്രാം വെയിറ്റ് ഈസ് 9.8 ന്യൂട്ടൺ, ദെൻ 588 ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ എത്ര കിലോഗ്രാം വെയിറ്റ് ആയിരിക്കും? 588 ഡിവൈഡഡ് ബൈ 9.8. അപ്പോൾ എടുത്തേ 588നെ 9.8 വെച്ച് ഡിവൈഡ് ചെയ്താൽ വീണ്ടും എത്ര കിട്ടും? 60 കേട്ടോ. 60 കിലോഗ്രാം വെയിറ്റ് എന്ന് കിട്ടും കേട്ടോ. ദ ആൻസർ 60 മാസുള്ള ഒബ്ജക്റ്റ് 60 കിലോഗ്രാം വെയിറ്റ് ആണ് ഫീൽ ചെയ്യുന്നത് എർത്തിൽ. 60 കിലോഗ്രാം മാസുള്ള ഒബ്ജക്റ്റ് 60 കിലോഗ്രാം വെയിറ്റ് ആയിരിക്കും എർത്തിൽ ഫീൽ ചെയ്യുന്നത്. മൂണിലോ വെയിറ്റ് ഓൺ ദ മൂൺ, അത് കണ്ടുപിടിക്കാൻ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം വെയിറ്റ് ഓൺ ദ മൂൺ എന്താണ്? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓൺ ദ മൂൺ നമ്മൾ നോക്കണം. ഒന്ന് എഴുതിയെടുത്തേ. വെയിറ്റ് ഓൺ ദ മൂൺ എന്ന് പറഞ്ഞാൽ m × ആക്സലറേഷൻ ഓഫ് ഡ്യൂ ടു ഗ്രാവിറ്റി ഓൺ മൂൺ അല്ലേ. അപ്പോൾ വെയിറ്റ് എത്ര? വെയിറ്റ് കണ്ടുപിടിക്കാനുള്ള ഫോമുലയാണ്. മാസ് എത്ര? 60. ജി മൂൺ എത്ര? 1.62. 60 × 1.62 എത്ര കിട്ടും? 97.2 ന്യൂട്ടൺ കിട്ടും.
അപ്പം ന്യൂട്ടണിലുള്ള ആൻസർ എത്രയാണ്? 97.2. ഇതിനെ വീണ്ടും നമ്മുടെ നോർമൽ 1 കിലോഗ്രാം വെയിറ്റ് എത്രയാണ്? 9.8 ന്യൂട്ടൺ ആണ് അല്ലേ? അത് വെച്ചൊന്ന് ഡിവൈഡ് ചെയ്തേ. 9.8 ന്യൂട്ടൺ ആണ്. അപ്പോൾ 97.2 ഡിവൈഡഡ് ബൈ 9.8 ചെയ്താൽ എന്താ കിട്ടും? 9.918 കിട്ടും കേട്ടോ. 9.918 കിലോഗ്രാം. അപ്പോൾ 60 കിലോഗ്രാം മാസ് ഉള്ള ഒരു ഒബ്ജക്റ്റ് എർത്തിൽ തന്നെ നിൽക്കുമ്പം 60 കിലോഗ്രാം വെയിറ്റ് ഫീൽ ചെയ്യും. 60 കിലോഗ്രാം മാസ് ഉള്ളൊരു ഒബ്ജക്റ്റ് മൂണിൽ പോകുമ്പം 9.918 കിലോഗ്രാം വെയിറ്റ് മാത്രമേ ഫീൽ ചെയ്യുള്ളൂ. മനസ്സിലായോ? അപ്പോൾ അതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഇനി ഒരു കുഞ്ഞു ടോപ്പിക്കും കൂടെ ഉള്ളൂ, ഫ്രീ ഫോള്. വി ആർ ഫിനിഷിങ് ഓഫ്. അപ്പം ഫ്രീ ഫോൾ എന്താണെന്ന് പറയാം. വാട്ട് ഹാപ്പൻസ് ടു എ പെൻസിൽ വെൻ ഇറ്റ് ഈസ് ലെറ്റിംഗ് ഗോ ഫ്രം എ ഹൈറ്റ്? നമുക്ക് ഫ്രീ ഫോൾ എന്ന് എഴുതാം. ലാസ്റ്റ് ടോപ്പിക്കാണ്, പേഷ്യൻസ്. ഇപ്പം തീരും. ഫ്രീ ഫോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഫോഴ്സും കൊടുക്കാതെ തന്നെ ഒരു ഒബ്ജക്റ്റ് മേളിൽ നിന്ന് ഇങ്ങനെ താഴെ വീഴുന്നതാണ് ഫ്രീ ഫോൾ എന്ന് പറയുന്നത്. ഒരു ഫോഴ്സും കൊടുക്കാതെ തന്നെ താഴെ വീഴണം കേട്ടോ. അപ്പം അതിനാണ് ഫ്രീ ഫോൾ എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് ഒരു പെൻസിൽ നമ്മൾ കയ്യിലെടുത്തിട്ട് വെറുതെ ഒരു ഫോഴ്സും കൊടുക്കാതെ തന്നെ ഇതിനെ വെറുതെ സസ്പെൻഡ് ചെയ്ത് താഴെ ഇട്ടാൽ അത് താഴോട്ട് വീഴും. അതിനെ ഫ്രീ ഫോൾ എന്ന് പറയും. ഇപ്പം നമ്മൾ ഒരു സ്പ്രിംഗ് ബാലൻസ് എടുക്കുകയാണ്. ഒരു സ്പ്രിംഗ് ബാലൻസ് എന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെ ഇങ്ങനെ മെഷർമെൻ്റ് ഉള്ള, അകത്ത് സ്പ്രിംഗ് ഉള്ള ഒരു മെഷർമെൻ്റ് ഉള്ള വെയിറ്റ് നോക്കുന്ന ഒരു സാധനം. ഓക്കെ, വെയിറ്റ് നോക്കുന്ന ഒരു സാധനമാണ് സ്പ്രിംഗ് ബാലൻസ്. ഈ സ്പ്രിംഗ് ബാലൻസ് വിത്ത് എ ബോഡി സസ്പെൻഡഡ് ഫ്രം ഇറ്റ് ഈസ് അലൗഡ് ടു ഫോൾ. ഇതിൻ്റെ അറ്റത്ത് നമുക്കൊരു ബോഡിയെ പ്ലേസ് ചെയ്ത് കൊടുക്കാം. ഈ സ്പ്രിംഗ് ബാലൻസും ഈ ബോഡിയും എന്ത് ചെയ്യാണ്? ഫ്രീ ഫോൾ ചെയ്യുകയാണ്. വാട്ട് വിൽ ബി ദ റീഡിങ് ഓൺ ദ ബാലൻസ്? അപ്പോൾ ഈ ബാലൻസും ഈ ബോഡിയും രണ്ടും ഒരുമിച്ച് ഫോൾ ചെയ്യുകയാണ്. അപ്പോൾ ഈ ബാലൻസിൽ എന്തെങ്കിലും വെയിറ്റ് കാണിക്കുമോ? കാണിച്ചാൽ എത്ര? ബിക്കോസ് ഇറ്റ് ഈസ് ഫ്രീലി ഫോളിങ്, ദിസ് ഹോൾ സിസ്റ്റം ഈസ് ഫ്രീലി ഫോളിങ്, ദർ വിൽ ബി 0 വെയിറ്റ് ഓൺ റീഡിങ് ഓൺ ദ സ്പ്രിംഗ് ബാലൻസ്. 0 ആയിരിക്കും. ബിക്കോസ് അതും ഫ്രീലി ഫോൾ ചെയ്യുകയാണ് അല്ലേ? നമ്മൾ എന്തെങ്കിലും ഒരു സ്പ്രിംഗ് ബാലൻസ് നമ്മൾ കൊടുത്തിട്ട് എന്തെങ്കിലും ഒരു വെയിറ്റ് നോക്കുന്ന സാധനം കൊടുക്കുവാണെങ്കിൽ വെയിറ്റ് നോക്കുന്ന സാധനം എന്ത് ചെയ്യും? താഴോട്ട് വലിക്കും അല്ലേ? സ്പ്രിംഗ് ബാലൻസിൽ അവിടെ ഫിക്സഡ് ആണ്. അപ്പോൾ ആ വെയിറ്റ് കൊടുക്കുന്നതനുസരിച്ച് സ്പ്രിംഗ് ബാലൻസ് റീഡ് ചെയ്യും അല്ലേ? ആണ്. അപ്പോൾ സ്പ്രിംഗ് ബാലൻസിനെ ഫ്രീ ആയിട്ട് വിട്ടാലോ തിരിച്ചൊരു റിയാക്ഷനും സംഭവിക്കുന്നില്ല. അതുകൊണ്ടാണ് രണ്ടും ഒരേപോലത്തെ രീതിയിൽ പോകുന്നതിനെ കൊണ്ടാണ് വെയിറ്റ് ലെസ് ആയിട്ട് തോന്നുന്നത് കേട്ടോ. 0 റീഡിങ് കാണിക്കുന്നത് അതുകൊണ്ടാണ്. While on a giant wheel ride, a person experiences loss of weight on the descent. നമ്മൾ ജയൻറ്റ് വീലിൽ കയറുകയാണ്. നമ്മൾ മേളിൽ നിന്ന് ഇങ്ങനെ താഴോട്ട് വീഴുന്നതായിട്ട് കാണിച്ചാൽ എന്ത് സംഭവിക്കും? ഫ്രീ ഫോളിംഗ് ആയിട്ടാണ് തോന്നുന്നത് അല്ലേ? അതുകൊണ്ട് വെയിറ്റ് ലെസ്നെസ് തോന്നിക്കും. ലോസ് ഓഫ് വെയിറ്റ് എന്തുകൊണ്ടാണ് തോന്നിക്കുന്നത്? ഫ്രീ ഫോളിംഗ് ആയതുകൊണ്ടാണ്. വൈ ഡസ് എ ബോഡി, ഫ്രീലി ഫോളിംഗ് ബോഡി എക്സ്പീരിയൻസ് വെയ്റ്റ്ലെസ്നെസ്? ബിക്കോസ് ദർ ഇസ് നോ റിയാക്ഷൻ ഫോഴ്സ്. നോ റിയാക്ഷൻ ഫോഴ്സ് കേട്ടോ. തിരിച്ചൊരു ഫോഴ്സ് റിയാക്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് വെയ്റ്റ്ലെസ്നെസ് കേട്ടോ. വെയ്റ്റ്ലെസ്നെസ്, തിരിച്ചൊരു വെയിറ്റ് കൊടുക്കുന്നില്ല കേട്ടോ. ഇനി വാട്ട് ഈസ് ദ വെയിറ്റ് ഓഫ് ദ ബോഡി ഓഫ് മാസ് 10 കിലോഗ്രാം? എഫ് ഈസ് ഈക്വൽ ടു mg. മാസ് 10 കിലോഗ്രാം ആണെങ്കിൽ m ഇൻറ്റു ജി, 98 ന്യൂട്ടൺ. മാസ് 10 കിലോഗ്രാം ഉള്ള ഒരു ഒബ്ജക്റ്റിൻ്റെ വെയിറ്റ് എത്രയാണ്? 98 ന്യൂട്ടൺ. ഇഫ് ദിസ് ബോഡി ഈസ് അലൗഡ് ടു ഫോൾ ഫ്രീലി, വിൽ ദെയർ ബി എനി ചേഞ്ച് ഇൻ ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ ദ ബോഡി? ഫ്രീലി വിട്ടാൽ എന്ത് പറ്റും? വെയിറ്റ് 0 ആയിപ്പോവും കേട്ടോ. ഇത് ഫ്രീലി വിട്ടാൽ എന്ത് പറ്റും? വെയിറ്റ് 0 ആയിപ്പോവും. ഡ്രിൽ എ ഹോൾ അറ്റ് ദ ബോട്ടം ഓഫ് ആൻ ഓപ്പൺ ബോട്ടിൽ ആൻഡ് ഫിൽ ഇറ്റ് വിത്ത് വാട്ടർ. നമ്മളൊരു ഓപ്പൺ ബോട്ടിൽ എടുക്കുക, എന്നിട്ട് അതിനകത്തൊരു ഹോൾ ഇടുക, എന്നിട്ട് അതിനകത്ത് വെള്ളം നിറച്ചൊഴിച്ച് കൊടുക്കുക. അപ്പോൾ ഈ ബോട്ടിലിൽ നിന്ന് വെള്ളം ഇങ്ങനെ വീണോണ്ടേ ഇരിക്കുക അല്ലേ? വെള്ളം ഇങ്ങനെ പുറത്തോട്ട് വീണോണ്ടിരിക്കും ത്രൂ ദാറ്റ് ഹോൾ അല്ലേ? ബട്ട് ഇഫ് ഐ ആം ഫ്രീലി ഫോളിങ് ദിസ് ബോഡി, ഈ ബോട്ടിൽ ഓഫ് വാട്ടർ വിത്ത് വാട്ടർ ഞാൻ താഴോട്ട് ഇടുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? വെള്ളം പുറത്തോട്ട് ഒഴുകുമോ? ഒഴുകില്ല. കാരണം എന്തെന്നറിയാമോ? റിയാക്ഷൻ ഫോഴ്സ് ഇല്ല.
റിയാക്ഷൻ ഫോഴ്സ് ഇല്ല. കാരണം ഈ വാട്ടർ ബോട്ടിലിൻ്റെ സർഫസിൽ തട്ടി ഒരു റിയാക്ഷൻ ഫോഴ്സ് ബോട്ടിൽ കൊടുക്കുന്നത് കൊണ്ടാണ് വാട്ടർ പുറത്തോട്ട് ഒഴുകുന്നത്. ഈ വാട്ടറും ഈ ബോട്ടിലും ഒരേപോലെ താഴോട്ട് വീഴുകയാണെങ്കിൽ റിയാക്ഷൻ ഫോഴ്സ് ഇല്ല. റിയാക്ഷൻ ഫോഴ്സ് ഇല്ലാത്തത്തോളം കാലം വാട്ടർ പുറത്തോട്ട് പോവില്ല കേട്ടോ. അതുകൊണ്ടാണ് വാട്ടർ പുറത്തോട്ട് പോവാത്തത്. വാട്ടർ ആൻഡ് ബോട്ടിൽ പൊസസ് ദ സെയിം ആക്സിലറേഷൻ. സെയിം ആക്സിലറേഷൻ ആണ് വാട്ടർ ആൻഡ് ബോട്ടിൽ പൊസസ് ചെയ്യുന്നത് കേട്ടോ. അപ്പം സോ ദർ ഇസ് നോ റിയാക്ഷൻ ഫോഴ്സ് ഇൻ വാട്ടർ, സോ വാട്ടർ ഡസ് നോട്ട് ഗോ ഔട്ട്. അപ്പോൾ റിയാക്ഷൻ ഫോഴ്സ് വാട്ടറിലില്ല, അതുകൊണ്ട് വാട്ടർ എന്ത് ചെയ്യില്ല, പുറത്തോട്ട് ചാടില്ല. അപ്പം ദിസ് ഈസ് ഓൾ വി ഹാവ് ടു ലേൺ അബൌട്ട് ഇൻ ദിസ് ചാപ്റ്റർ. സോ ഇതൊരു കുഞ്ഞ് ചാപ്റ്ററാണ്. ഗ്രാവിറ്റേഷൻ്റെ വളരെ സിമ്പിളായിട്ടുള്ള പ്രോബ്ലംസൊക്കെ ചോദിക്കത്തുള്ളൂ. സോ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. ഇഫ് എനിത്തിങ് ഈസ് ദെയർ ആസ് ഡൗട്ട് പ്ലീസ് ആസ്ക് മീ. ഓക്കെ, ഐ എം ബിഡിങ് ഗുഡ് ബൈ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.